ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു ബീഫ് കറിയാണിത്. അപ്പോൾ ഒരു നാടൻ സ്റ്റൈലിലെ ബീഫ് കറിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ഇത് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്പൂണിന്. മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാക്കിയ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ബീഫെല്ലാം നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു 7 വിസിലിന് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവാൻ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോടെ ചേർത്ത് നല്ലതുപോലെ ഉള്ളി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് കറിയിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും ഒരു ചെറിയ സ്പൂൺ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫും ഉള്ളി അരപ്പും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് സെറ്റായി വരട്ടെ. അതിന് ശേഷം ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്തേക്കുന്നത്. ഇതിന് അല്പസമയം കൂടെ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ചട്ടിയിലിരുന്ന് തന്നെ കറി കുറച്ചുകൂടെ കുറുകിയാവും, ഒരു പരുവായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെയാണോ ബീഫ് കറി ഉണ്ടാക്കാറ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതായത് നമ്മുടെ ബീഫ് കറി തണുത്ത് കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.